ഹലോ, ഇന്നിതാ മറ്റൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് പുഡിംഗ് ആയിട്ട് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മധുരപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പോളയാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു 4-5 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒരു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെയാണ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതാ എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മുറിഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ക്യാരറ്റിലേക്ക് 5 മുട്ട എന്ന കണക്കിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്യാരറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുട്ടയും എടുക്കുക. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് കറക്റ്റ് അളവായിരിക്കും. ഞാനിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അടുത്തായിട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഏലക്കയാണ്. ഞാനിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് റേസിൻസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കാഷ്യൂം റേസിൻസൊക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റേസിൻസ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നെയ്യിൽ നിന്നും മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂം റേസിൻസും ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് താഴ്ന്നു പോകും, കാണാൻ പറ്റില്ല. അപ്പോൾ പോളക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പോള കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അതാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കിത് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും എന്ന പേടിയൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് സോസ് പാൻ വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കത്തി ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാണ് കേട്ടോ അർത്ഥം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിടണമെങ്കിൽ ഈ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് വെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പോളയുടെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ഇത് പുഡിംഗ് ആയിട്ട് വരെ സെർവ് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒന്ന് ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്